അതല്ല, ആ വിഷയം ക്ലോസ് ചെയ്താണ്. അതിനൊക്കെ ഞാൻ മറുപടിയും പറഞ്ഞാണ്. അതൊക്കെ ആയിക്കോട്ടെ എന്നേ, അതൊക്കെ ആയിക്കോട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം തീരുമാനങ്ങൾ എടുക്കുകയും ഞങ്ങൾ യുനാനിമസായി എടുത്ത തീരുമാനമാണ്. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും കൂടിയാലോചിച്ച് എടുത്ത യുനാനിമസ് ആയിട്ടുള്ള ഏകകണ്ഠമായ തീരുമാനമാണ്. ആ തീരുമാനം പ്രഖ്യാപിച്ചത് KPCC പ്രസിഡന്റാണ്. മനസ്സിലായല്ലേ? വ്യക്തമാണല്ലോ കാര്യങ്ങൾ. അല്ലെന്ന് എന്നെ എന്തിനാ ആക്രമിക്കുന്നത്? എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത ഏകകണ്ഠമായ തീരുമാനമാണ്. ഇതിനേക്കാൾ കടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം. പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത്. എല്ലാവരും കൂടി. ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. അതിന്റെ മീതെ ഇനി ചർച്ചയില്ല. അത് നേതൃത്വം, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, മുൻ PCC പ്രസിഡന്റുമാർ ഉൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം AICCയുടെ അനുമതിയോടുകൂടി, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി എടുത്ത അച്ചടക്ക നടപടിയാണ്. അതിനെ ചോദ്യം ചെയ്യുന്നത് കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല. അതിന് കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കും. പാർട്ടി ബന്ധപ്പെട്ട ആളുകൾ അതാത് സമയത്ത് നിങ്ങൾ അറിയിക്കും. അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. വ്യാജമാണെന്ന് നിങ്ങൾ തന്നെ പറയല്ലേ. അത് കൊണ്ട് ഇപ്പൊ നമ്മൾ ഗൂഢാലോചന നടത്തിയിട്ട് ഈ ഒരു ചെറുപ്പക്കാരന് എനിക്കെതിരായിട്ടുള്ള ആരോപണം എന്തായിരുന്നു? ഞാൻ വഴിവിട്ടി ചെറുപ്പക്കാരനെ സഹായിച്ചു എന്നായിരുന്നു നിങ്ങൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം. അല്ലല്ല നിങ്ങൾ കേക്ക്. ഈ ആരോപണം വന്ന ആദ്യത്തെ ദിവസം മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചത് നിങ്ങളല്ല ഈ ചെറുപ്പക്കാരനെ വഴിവിട്ട് വളർത്തിയെന്നാണ് ചോദിച്ചത്. എന്നോട് ചോദിച്ചൊരു ചോദ്യം അല്ലേ? ഇപ്പോഴത്തെ ചോദ്യം എന്താ? ഈ ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഞാൻ. രണ്ടുപേരാൾക്ക് ചെയ്യാൻ പറ്റുമോ? അല്ല, അത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകല്ല. നിങ്ങൾക്ക് അറിയാലോ അതൊന്നും അല്ലെന്ന്. ഇതൊക്കെ ഇതുപോലത്തെ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാവും. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഇത് VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചനകൾക്ക് ശേഷം എടുത്തൊരു തീരുമാനം, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി കേരളത്തിലെ KPCC പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്ത ഒരു നടപടിയാണ്. അതിനെ കോൺഗ്രസ് ആരും ചോദ്യം ചെയ്യില്ല. അതാത് സമയത്ത്, ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ വരുമെന്ന്. എന്തിനും നിങ്ങൾ അസംബ്ലി എന്നാണ്? അസംബ്ലിക്കൊക്കെ ദിവസമില്ലേ? ശബരിമലയിലെ ഒരു വേറെ വിഷയം കൂടി ഉണ്ടല്ലോ. കോടതി ഇന്നലെ ചോദിച്ചല്ലോ, ശ്രീകോവിലിന്റെ അരികിൽ സ്ഥാപിച്ചിരിക്കുന്ന ദ്വാരപാലകന്റെ പാലികയുടെ അതുമേൽ മൂടി പൊതിച്ചിരിക്കുന്ന സ്വർണം ആരും അറിയാതെ, കോടതിയെ പോലും അറിയിക്കാതെ, കോടതിയുടെ നിയന്ത്രണത്തിലാണ് ശബരിമലയിലെ നടപടികൾ, കോടതിയെ പോലും അറിയിക്കാതെ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടു. 40 വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്ന സംഭവം 6 കൊല്ലം കഴിഞ്ഞപ്പോൾ ചീത്തയായി. എന്തെല്ലാം ദുരൂഹതകളാണ് അവിടെ നടക്കുന്നത്? ശബരിമലയിൽ നടക്കുന്നത് എന്തെല്ലാം ദുരൂഹതകളാണ് നടക്കുന്നത്? പിന്നെ ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിന് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ ഒരാളും മറുപടി പറഞ്ഞിട്ടില്ലല്ലോ. ആചാര ലംഘനത്തിനെ പിന്തുണയ്ക്കുന്ന സുപ്രീം കോടതിയിലെ കേരള സർക്കാരിന്റെ അഫിഡവിറ്റ്, സത്യവാങ്മൂലം നിങ്ങൾ പിൻവലിക്കുമോ? UDF സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തിയിട്ടാണ് LDF സർക്കാർ ആചാര ലംഘനത്തിനെ അനുകൂലിക്കുന്ന സത്യവാങ്മൂലം കൊടുത്തത്. തിരുത്തുമോ? ഫസ്റ്റ് ചോദ്യം. രണ്ടാമത്, ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ടുള്ള കേസെടുത്തു, നാമജപ ഘോഷയാത്ര നടത്തിയതിലുൾപ്പെടെ ഇല്ലേ? ആ കേസുകൾ പിൻവലിക്കുമെന്ന് അസംബ്ലിയിൽ ഉറപ്പ് നൽകിയതാണ്. കേസ് പിൻവലിച്ചിട്ടില്ല. ഒരു കേസും പിൻവലിച്ചിട്ടില്ല. കേസുകൾ പിൻവലിച്ചിട്ടില്ല. 2, ഇപ്പൊ 10ാം വർഷമായി ഈ ഗവൺമെന്റിന്റെ. 10ാമത്തെ വർഷത്തിന്റെ ഇലക്ഷന്റെ സായാഹ്നത്തിൽ ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ എങ്ങനെയുണ്ട്?